ഹായ്, ഒരു ഹായ് പറയുന്നേട്ടാ. പുറത്തൊന്ന് പോയതായിരുന്നു. പുറത്ത് പോയത് എന്ന് വെച്ചാൽ ടീച്ചറുടെ വീട്ടിൽ പോയതായിരുന്നു. ജാമിത ടീച്ചർ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് തിരുവനന്തപുരത്ത് ഞാൻ പോവാതിരുന്നത് തന്നെയാണ്. നമ്മളൊക്കെ പോകുമ്പം മറ്റുള്ളവർക്കൊരു വിഷയമാണല്ലോ. അപ്പം ടീച്ചർ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇവിടെ നിന്ന് വന്ന് ടീച്ചറെ ഒന്ന് കണ്ട്. കാരണം ടീച്ചർക്ക് ഉമ്മാനോടുള്ള സ്നേഹം എത്രയാന്നുള്ളത് മറ്റാരേക്കാട്ടിൽ എനിക്കറിയാം. അതെന്താ ഇത്രയും തിളക്കുള്ള ഡ്രസ്സ് ഇട്ടത്? എന്നിട്ട് എന്താ വണ്ടി വരുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്? അത് ഈ റോഡ് സൈഡിൽ കുറച്ച് സ്ത്രീകൾ നിൽക്കാറില്ലേ, അത് കണ്ടിട്ട് ചോദിച്ചതാട്ടോ. ഒരു തിളങ്ങുന്നൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ടീച്ചർക്ക് ടീച്ചറുടെ ഉമ്മാനോട് എത്രമേൽ സ്നേഹമുണ്ട് എന്നുള്ളത് മറ്റാരേക്കാട്ടിലും എനിക്കറിയാവുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലതവണ ഞാൻ അവിടെ പോയപ്പോൾ ടീച്ചർക്ക് ഉമ്മാനെ പറ്റി പറയാൻ, നമ്മൾ പൊതുവേ നമുക്ക് അമ്മമാരെ പറ്റി പറയാൻ 100 നാവ് എന്ന് പറയല്ലേ, അതുപോലെ തന്നെ. അപ്പം വളരെ വിഷമത്തിലാട്ടോ പാവം. ആർക്കായാലും അമ്മ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് റിക്കവറായിട്ട് പോരാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം ടീച്ചറെ പോലുള്ള ഒരാളൊക്കെ തളർന്നു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അത് എന്ത് തന്നെ ആയാലും അപ്പം കണ്ടു. ടോള് നമുക്ക് കൊടുക്കണ്ട കേട്ടോ. ഞാൻ ജസ്ന സലീമാണ് എന്ന് പറയുമ്പോഴേക്കും അവർ നമുക്ക് ടോള് വരെ ഒഴിവാക്കി തരും. അങ്ങനെയാണ്. എന്നിട്ട് ടീച്ചറെ വീട്ടിലൊന്ന് പോയി കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ ഇന്നലെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ പോയി നോക്കിയ എൻ്റെ പൊന്നാര മക്കളെ ഓർമ്മിപ്പിക്കല്ലേ ഇടാന്ന് പറഞ്ഞ് എൻ്റെ മാതിരിയാണ്. ഇന്നലെ ഞങ്ങൾ പോയി. അപ്പം ഞാൻ പൊതുവേ പോയാൽ നേരെ പിന്നെ കാറിൻ്റെ ഡോറ് തുറന്ന് ഗേറ്റ് തുറന്ന് കൊടുക്കുമ്പോൾ വണ്ടി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ബില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായ്ക്കുട്ടി ഉണ്ട് അവിടെ. അപ്പം ഇവനെ അങ്ങനെ അയച്ചിവിടെ രാത്രി അങ്ങനെ നായ്ക്കുട്ടിയല്ല, കുട്ടിയല്ല, അച്ഛൻ ഭീകരനാണ്. ടീച്ചറമ്മ പറഞ്ഞ് കളിയാക്കിയേക്ക് ബില്ലന്റെ ചിക്കൻ ഫ്രൈ അല്ല മട്ടൻ ഫ്രൈ ആയില്ലല്ലോ ജസ്റ്റ് ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായിരിക്കും, ഞാൻ നേരെ പോയിട്ട് ഈ ഗേറ്റ് ഇങ്ങനെ വലിച്ചു തുറക്കുന്ന ഗേറ്റാണ്, ഇതിങ്ങനെ തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പൊ അടിയിൽ കൂടെ ഒരു കൈ വരിക. അപ്പൊ ഞാനിങ്ങനെ ഇതെന്തോ ഒന്നും കൂടി നോക്കിയപ്പോ ഒരു തല അങ്ങോട്ട് കേറിയിട്ടുണ്ട്. ഞാൻ കേറിയിട്ടുണ്ടായി. ഞാൻ ജസ്ന സലീമാണ്, ആർട്ടിസ്റ്റ് ആണ്, 10 പേരാറ് എന്നാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം. അല്ലെങ്കിൽ എന്തായിരുന്നു മൂപ്പര് ഈ മൂപ്പരല്ലേ. എന്നിട്ട് ആർട്ടിസ്റ്റ് ആണ്, എന്നെ വെറുതെ വിടുവോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. എന്തോ ഭാഗ്യത്തിന് കാരണവന്മാര് ചെയ്ത പുണ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് കിട്ടിട്ടോ. കാരണം ഭയങ്കര ഡേഞ്ചർ സാധനമാണ്. അവര് സൂക്ഷിച്ചും കണ്ടും മാത്രമേ പുറത്തിറക്കാറുള്ളൂ. ആരും വരൂല. നമ്മളിപ്പം ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ടൈം കഴിഞ്ഞാൽ ഉടനെ അവര് അതിനെ പുറത്ത് വിടുന്നതാണ്. പക്ഷെ ഇതിങ്ങനെ പ്രതീക്ഷിച്ചില്ല. എനിക്കിന്ന് പോയപ്പോ പേടിയായിരുന്നു. അവിടെ ഗേറ്റ് തുറക്കാൻ വേണ്ടി ഞാൻ പുറത്തുനിന്ന് ബെല്ലടിച്ച് അവിടുന്ന് ഉള്ളിൽ ആള് വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഗേറ്റ് തുറന്നത്. മോള് അങ്ങനെ ഏതായാലും ടീച്ചറെ വീട്ടിൽ പോയി ടീച്ചറെ കണ്ടപ്പോ തന്നെ മനസ്സിന് ഭയങ്കര സമാധാനമായി. അത് ഫുഡ് കഴിച്ചിറങ്ങിയ അവിടുന്ന് കഴിക്കാൻ കുറെ പറഞ്ഞു കേട്ടോ. ഇവൻ കല്യാണം വീട്ടിൽ നിന്ന് കഴിച്ചു. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഇറങ്ങിയാരാ ഇവന് അവിടുന്ന് കഴിക്കാ എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല ഇവന് വിശക്കുന്നതെന്നാണ്. ഇവൻ കാരണം ഞാനും കഴിച്ചു. അപ്പൊ കഴിച്ചത് എന്താന്നുള്ളത് ഞാൻ ഇതിന്റെ ഇവൻ അവിടെ എത്തുമ്പോഴേക്ക് വിശപ്പ് വരും. നല്ല ഫുഡാട്ടോ, ടീച്ചർ ഉണ്ടാക്കുന്ന ഫുഡ് കേട്ടോ. സെർവന്റ് ഉണ്ടാക്കുന്നത്
ഇപ്പോഴത്തെ സെവനിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ടീച്ചർ അടിപൊളി കുക്കാട്ടോ, നല്ല സൂപ്പർ ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഇവൻ കഴിച്ചത് കൊണ്ട് ഞാനും കഴിച്ചു എന്നാണ് പറഞ്ഞത്. മറ്റേ ഫോൺ എൻ്റെ ഇല്ലേ, ചാർജർ എടുത്തോ? അപ്പോൾ ഫുഡ് എന്താ കഴിച്ചെന്നുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പം എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നാസ്ലീം പറയാണ്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പം സമയം 11:30 ആയിട്ടുണ്ട്. ഉറങ്ങണം. ചാച്ചട്ടെ, ടാറ്റാ. ലൈവ് ഫുഡല്ലേ? ടേസ്റ്റി ചിക്കനും ₹4.